മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നു. പകരച്ചുങ്കം ഏർപ്പെടുത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയുടെ തിരിച്ചടി. അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് ഇന്ത്യ മരവിപ്പിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇക്കാര്യം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ US സന്ദർശനം റദ്ദാക്കിയതായും റോയിട്ടേഴ്സ് പറയുന്നു. വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, റോയിട്ടേഴ്സ് പറയുന്ന ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? നമുക്ക് എന്തെങ്കിലും സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ ഡൽഹിയിൽ നിന്നും? പ്രജൻ, ദേശീയ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇരട്ടത്തീരുവ ചുമത്തിയ അമേരിക്കയുടെ നടപടിക്ക് പിന്നാലെയാണ് ഇന്ത്യ ഇത്തരത്തിലൊരു കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അമേരിക്കയിൽ നിന്ന് ഈ മിസൈലുകളും ബോയിങ് വിമാനങ്ങളും അടക്കം വാങ്ങുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ചില ചർച്ചകളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മറ്റ് പദ്ധതിയും ഒപ്പം തന്നെ നടപടിക്രമങ്ങളും പുരോഗമിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഇരട്ടത്തീരുവ എന്നൊരു പ്രഹരം അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായും ആ കരാർ മരവിപ്പിച്ചിരിക്കുന്നു, ആ പദ്ധതി താൽക്കാലികമായും മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ് റോയിട്ടേഴ്സ് പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളോ അത്തരത്തിലേക്ക് യാതൊരു സ്ഥിരീകരണമോ അറിയിപ്പോ നൽകിയിട്ടില്ല. ഇത് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് നൽകുന്ന ഒരു വിശദീകരണമാണ്. ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹം ഈ മാസം അവസാനത്തോടു കൂടി ഒരുപക്ഷെ US സന്ദർശനം അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഈ തീരുവ അടക്കമുള്ള പ്രഹരം അമേരിക്ക നൽകിയതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ US സന്ദർശനം റദ്ദാക്കിയെന്നും ഈ റോയിട്ടേഴ്സ് ആ റിപ്പോർട്ടിൽ വളരെ അധികം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഒപ്പം റോയിട്ടേഴ്സ് പറയുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനടക്കം ഒരു പുനരാലോചന ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഈ റോയിട്ടേഴ്സ് പറയുന്ന ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഏതെങ്കിലും നീക്കങ്ങൾ നടക്കുന്നതായിട്ട് വ്യക്തമാക്കുകയോ ചെയ്തിട്ടില്ല. ഇത് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് അവരുടെ ഔദ്യോഗികമായി അവർ നൽകിയിരിക്കുന്ന ഒരു വാർത്ത മാത്രമാണ്. ഇത്തരത്തിലേക്കുള്ള നടപടി, അതിന്റെ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ ട്രംപ് ഇരട്ട തീരുവ ചുമത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇന്ത്യ എത്തിയത് എന്നുള്ളത് തന്നെയാണ്. പ്രജിൻ, വിനീത നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഈ ചുങ്കം ചുമത്തിയതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സ്വരച്ചേർച്ചയില്ലായ്മ, അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കും വരെ ഇനി തുടർ വ്യാപാര ചർച്ചകൾ വേണ്ട എന്നൊരു തീരുമാനം കൂടി ട്രംപിന്റെ ഭാഗത്തുണ്ടായതായി ചില വിവരങ്ങളുണ്ട്. ഇന്ത്യയും ഏതാണ്ട് ആ രീതിയിൽ തന്നെ ചർച്ചകൾ ഇനി വേണ്ട, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് വരെ എന്നാണ്. അതായത് നിലപാടുകളിൽ നിന്ന് രണ്ട് രാജ്യങ്ങളും പിന്നോട്ട് പോകാൻ ഒരുക്കമല്ല എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നു എന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അപ്പോൾ റഷ്യയുമായി അങ്ങനെ ഒരു വ്യാപാര ഇല്ലായ്മയിലേക്കും പോകാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല. നിലവിലുള്ള വ്യാപാരം അത് തുടരുക തന്നെ ചെയ്യുമെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് അമേരിക്കയെ ചൊടിപ്പിക്കും. അതിന് പിന്നാലെ ഈ സെക്കൻഡറി സാങ്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ പോകുന്നു എന്ന് ട്രംപും പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ റോയിട്ടേഴ്സ് പുറത്തുവിട്ട വിവരം അത് സ്ഥിരീകരിക്കേണ്ടത് വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ്. പക്ഷേ അതിലെന്തെങ്കിലും ഒരു സൂചനകൾ അത് സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇനിയിപ്പോൾ ഈ പ്രശ്നപരിഹാരമൊക്കെ ആവുന്നത് വരെയെങ്കിലും താൽക്കാലികമായെങ്കിലും അങ്ങനെ വ്യാപാരമൊന്നും വേണ്ട, പ്രത്യേകിച്ച് ഈ ആയുധങ്ങൾ വാങ്ങുന്നത് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിക്കൂടായികയില്ല വിനീത? പ്രജൻ, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് US സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലേക്കൊരു ഇരട്ട താരിഫ് അത് ചുമത്തിയത് കൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആകെയുള്ള കയറ്റുമതി റേറ്റിംഗ് നോക്കുമ്പോൾ ഒരുപക്ഷെ DGP റേറ്റിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു 0.2% മാത്രമാണ് കയറ്റുമതി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റഷ്യയുമായി ഏറ്റവും നല്ല സൗഹൃദം നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമുണ്ട്. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി ഈ മാസം അവസാനം ചൈനയിൽ സന്ദർശിക്കുന്നുണ്ട്. ഇപ്പോൾ ചൈന ഔദ്യോഗികമായി തന്നെ പ്രധാനമന്ത്രിക്ക് സ്വാഗതം സബ്മിറ്റിൽ പങ്കെടുക്കുന്നതിനുമൊക്കെയായി ചൈന അത് അറിയിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ചൈനയും ഒപ്പം തന്നെ റഷ്യയുമായി ഇന്ത്യക്ക് ഏറ്റവും നല്ലൊരു ബന്ധമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇരു രാജ്യങ്ങളിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വിപണി അവിടെ വലിയ പ്രാധാന്യം നൽകുന്നതാണ്. ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾക്കൊക്കെ തന്നെ അവിടെ നല്ല വിലയും ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള ആ വിപണി മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചൈനയുമായും അല്ലെങ്കിൽ റഷ്യയുമായും ഉള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് എങ്കിൽ ഇപ്പോൾ US ചുമത്തിയിരിക്കുന്ന ഈ ഒരു പ്രഹരം അത് നമ്മളെ ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ
തീരുമാനങ്ങൾ, ഇന്ത്യയുടെ താല്പര്യങ്ങൾ, അതിന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നാണ് ഇന്നലെ പ്രധാനമന്ത്രിയും പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് രാജ്യത്തെ കർഷകരുടെ താല്പര്യങ്ങൾക്ക് തന്നെയാണ് മുൻഗണന. ആ കർഷകരുടെ താല്പര്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലേക്കുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അത് തനിക്കറിയാം. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ നേരിടാൻ ഞാൻ തയ്യാറാണ്, അതിൽ എന്ത് വെല്ലുവിളി വന്നാലും അത് ഞാൻ നേരിടുമെന്ന് തന്നെ ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തേക്ക് ഏതെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കൂടുതൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒക്കെ തന്നെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം കൂടി ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ റോയിട്ടേഴ്സ് പറയുന്നത് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒരുപക്ഷെ ഇന്ത്യ കുറച്ചേക്കാം എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റോയിട്ടേഴ്സ് പറയുന്നത്. പക്ഷേ അതേസമയം ഈ ഇത്തരത്തിലേക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിമാനങ്ങളും ഒപ്പം തന്നെ ഇത്തരത്തിലേക്കുള്ള ആയുധങ്ങളും ഒക്കെ വാങ്ങുന്നുള്ളൊരു പദ്ധതി അത് താൽക്കാലികമായി നിർത്തി വച്ചു എന്നുള്ള ചില ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതാണെങ്കിലും ഈ വിഷയത്തിന്മേൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് നടപടിക്രമങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. നേരത്തെ തന്നെ ട്രംപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി താൻ ചർച്ചയ്ക്കില്ല എന്ന് അമേരിക്ക തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. അത്തരത്തിലേക്കുള്ള ഒരു ചർച്ചയ്ക്ക് ഇന്ത്യയും നിലവിൽ മുതിർന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ ട്രംപ് ചുമത്തിയിരിക്കുന്ന ഈ ഒരു പ്രഹരം, ഈ ഒരു ഇരുട്ടടി എന്നൊക്കെ തന്നെ നമുക്ക് പറയാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ബാധിക്കില്ല, അത് നമ്മൾ നേരിട്ടോളാം എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി അടക്കം നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചകൾക്കൊക്കെ ഇനി പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഏതാണെങ്കിലും ഇപ്പോൾ റഷ്യയുമായി ഉള്ള ഈ ധാരണ അത് അങ്ങനെ തന്നെ തുടരാൻ തന്നെയാണ് തീരുമാനമെന്നാണ് നമുക്ക് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരം. പക്ഷേ അതേസമയം ഈ ആയുധങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറുകൾ മരവിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു സ്ഥിരീകരണം അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. പ്രജിൻ, യെസ്, തീർച്ചയായിട്ടും വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. എന്തായാലും കഴിഞ്ഞ ദിവസം ബ്രസീൽ പ്രസിഡന്റുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചിരുന്നു. ബ്രിക്സിന് എതിരെ US ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ചുങ്കം, അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെയൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന ചുങ്കത്തിൽ ബ്രിക്സിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ചേരാനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. കാരണം ചൈന സന്ദർശിക്കാൻ പ്രധാനമന്ത്രി ഒരുങ്ങുന്നുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യുന്നു ചൈന. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് ഈ ക്ഷണമെന്നും കൂടി അറിയുന്നു. ഉച്ചകോടി ഐക്യദാർഢ്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു സമ്മേളനമായിരിക്കുമെന്ന് ചൈന വ്യക്തമാക്കുന്നുണ്ട്. ചില വ്യംഗ്യമായ സൂചനകൾ അതിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ചുങ്കം ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ലോകക്രമം, പുതിയ രീതിയിലുള്ള സഖ്യങ്ങൾ അതുണ്ടാകാൻ പോവുകയാണോ എന്ന സംശയവും ബലപ്പെടുകയാണ്. തിരികെ എത്താം ഹോട്ട് ന്യൂസിലേക്ക്. ഇടവേള കഴിഞ്ഞ് ബ്രേക്ക്.